ഹായ് ഫ്രണ്ട്സ്, എസ് കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3/4 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായി കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, 3-4 പച്ചമുളക്, ഒരു വറ്റൽമുളക്, കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പരിപ്പ് തിളച്ച് തൂവി പോവാതിരിക്കാനാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊഴിച്ച് ഒരു 3-4 വിസിൽ, ഓരോ കുക്കറിന് ഓരോ ഭാഗം ഉണ്ടാവും. പരിപ്പ് വേവുന്ന പോലെ ചെയ്യുക. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് വേണ്ട ബാക്കി ആവശ്യമുള്ള കഷ്ണങ്ങളാണ്. നമ്മളെടുത്തിരിക്കുന്നത് ഒരു കത്രിക്കയാണ്, ഒരു സവാള, ഒരു 5 വെണ്ടക്ക, ഒരു മുരിങ്ങാക്കോൽ, അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ വറവിന് ആവശ്യമുള്ള ഉള്ളി, വറ്റൽമുളക്, ഒരൽപ്പം ഉലുവാപ്പൊടിയാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മളുടെ ഇവിടങ്ങളിൽ സദ്യയിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാറില്ല. ഇത് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന സാമ്പാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ശരിക്കും എല്ലാ കഷ്ണങ്ങളും, നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് സാമ്പാർ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. കാരണം പരിപ്പ് എല്ലാ പച്ചക്കറികളും ചേരുമ്പോൾ നല്ലൊരു ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെല്ലാ പച്ചക്കറിയും നമുക്ക് ചേർക്കാം. പക്ഷേ സദ്യകളിൽ സാധാരണ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ അധികം ഇത് ചേർക്കാറില്ല. തക്കാളി, വെണ്ടക്ക, മുരിങ്ങക്കോൽ ഇങ്ങനെയുള്ളത് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് അല്പം വെള്ളമൊഴിച്ച് പുളി അലിയാൻ വയ്ക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ ചേർക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ്, പടവലങ്ങ ചേർക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങളുടെ വടക്ക് ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ കൈപ്പയ്ക്ക ചേർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ രീതി ഇങ്ങനെയാണ്. നമുക്കല്പം പുളി വെള്ളമൊഴിച്ച് വയ്ക്കാം. നമ്മളുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള പതുക്കെ വാടി വരട്ടെ. ഇപ്പോൾ അതിലോട്ട് നമുക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. അതുപോലെ കത്രിക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ പൊടിപ്പിച്ച സാമ്പാർ പൊടിയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കഷ്ണങ്ങൾ കൂടുന്നതിനനുസരിച്ച് സാമ്പാർ പൊടിയുടെ അളവും കൂട്ടണം. എത്രയോ കഷ്ണങ്ങൾ കൂടുതൽ എടുക്കണോ അതനുസരിച്ച് നമുക്ക് കൂട്ടാം. കാരണം എന്നാലാണ് കറക്റ്റ് പാകമാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയാണ്. നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ചെറിയ പീസ് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാർ പൊടിയുടെ കായം നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരല്പം കായം നമ്മൾ ഇതിലും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒരുപാട് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെന്തുടയണ്ട. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
അതുപോലെ കായം ഒരല്പം നമ്മൾ സാമ്പാർ പൊടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ അല്പം ഇടണം. എന്നാലാണ് ശരിക്കും ആ സാമ്പാറിന് ശരിക്കും ആ സാമ്പാറിൻ്റേതായൊരു ഇത് വരുള്ളൂ. സാമ്പാർ പൊടി മാത്രം ഇടുമ്പോൾ നമുക്ക് ആ കായത്തിൻ്റേതായതൊന്നും കിട്ടത്തില്ല. ഒരല്പം കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കണം കേട്ടോ. നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ഇടുന്നത് താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിയില ഇടാം. ഞങ്ങളുടെ വീട്ടിൽ മല്ലിയില സാമ്പാറിലൊന്നും ഇടുന്നതിലൂടെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അതിടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില അതിലേക്ക് ഈ സമയത്ത് ഇടാം. ഇനി നമ്മളിതിലോട്ട് വറവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് ഉള്ളി, വറ്റൽമുളക്, വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.